നമസ്കാരം. നമ്മളിന്ന് ഡി സി ജനറേറ്ററിൻ്റെ ലെസൺ 2 ആണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ലെസൺ 1 ബേസിക് കൺസ്ട്രക്ഷൻ എന്താണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഡി സി മോട്ടറും ഡി സി ജനറേറ്ററും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ EMF ഇക്വേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലെസൺ 1 പഠിച്ചത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസൺ 2 ഡി സി ജനറേറ്ററിൻ്റെ ടൈപ്സ് ആണ്. ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഡി സി ജനറേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പറയുന്നത് എന്താണ്, ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റ്സ് വെച്ചിട്ടാണ്. പെർമനന്റ് മാഗ്നറ്റ് അല്ല, ഇലക്ട്രോ മാഗ്നറ്റ്സ് വെച്ചിട്ടാണ്. അപ്പം ഹൗ ദിസ് ഫീൽഡ് എക്സൈറ്റേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ്, അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡി സി ജനറേറ്ററിനെ ഡിഫറെൻറ്റ് ക്ലാസ് ആയിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് ക്ലാസ്, എങ്ങനെയാണ് ഫീൽഡ് എക്സൈറ്റ് ചെയ്യുന്നത് അതിൻ്റെ മെത്തേഡിൽ, അതിൻ്റെ ബേസിൽ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ ആണ്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. അതിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വി ആർ എക്സൈറ്റിംഗ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സ്, അതായത് ഒരു എക്സ്റ്റേണൽ സോഴ്സ് വെച്ചിട്ട് നമ്മൾ ഫീൽഡിനെ എക്സൈറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇതെന്ന് പറയുന്ന ഒരു ജനറേറ്ററിന്റെ ഫീൽഡാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഫീൽഡ് എന്ന് പറയുന്നത്, ഈ മാഗ്നറ്റിക് ഫീൽഡും ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ആർ ഫ്രം ഡിഫറെൻറ്റ് കണക്ഷൻസ് അല്ലേ. ഇപ്പം ഫീൽഡ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കണക്ഷൻ ആണ്. ഇപ്പോൾ ഫീൽഡ് കണക്റ്റഡ് ടു അതർ എക്സ്റ്റേണൽ സോഴ്സ്. ഇവിടെ ഒരു ബാറ്ററി വെച്ചിട്ടാണ് നമ്മൾ ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ രീതിയിൽ ഫീൽഡിനെ ഒരു എക്സ്റ്റേണൽ കണക്ഷൻ വെച്ചിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം കൂടുതലായിട്ട് വരുന്ന പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിലെല്ലാം തന്നെ, ആപ്ലിക്കേഷൻ ലെവലിൽ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം തന്നെ സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് അങ്ങനെ നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യാറില്ല. പക്ഷേ ഫോർ സ്റ്റഡി പർപ്പസ് വി മസ്റ്റ് നോ ദിസ് വാട്ട് ഈസ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഡി സി ജനറേറ്റർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ജനറേറ്റഡ് EMF എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വട്ട് ഈസ് EG, വട്ട് ഈസ് ദ വാല്യൂ ഓഫ് EG. EG ഈസ് ഈക്വൽ ടു P5ZN ഡിവൈഡഡ് ബൈ 60 into A. ദിസ് ഈസ് ദ EMF ജനറേറ്റഡ്. ഇവിടെ EG മാർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദ ജനറേറ്റഡ് EMF ബൈ ദ ആർമേച്ചർ. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ വോൾട്ടേജ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ദ ഫീൽഡ് കറണ്ട്. അപ്പോൾ ഫീൽഡ് കറണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഫീൽഡ് കറണ്ടിന് പ്രൊപ്പോർഷനാണ് നമ്മുടെ ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഫൈ എന്ന് പറയുന്നത് എന്താണ്, ഫീൽഡ് കറണ്ടിന് പ്രൊപ്പോർഷനാണ്. അപ്പം ജനറേറ്റഡ് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ആൻഡ് ദ ഫീൽഡ് കറണ്ട്. അപ്പോൾ ഫീൽഡ് കറണ്ട് എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഫ്ലെക്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എത്രത്തോളം വോൾട്ടേജിനെ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു പരിധി വരെ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ സ്പീഡും ഇസ് ദ അനദർ ഫാക്ടർ. ഓക്കെ, അപ്പം ഈ രീതിയിലാണ്. അപ്പോൾ ഗ്രേറ്റർ സ്പീഡ് അല്ലെങ്കിൽ ഗ്രേറ്റർ ഫീൽഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, മോർ ജനറേറ്റഡ് വോൾട്ടേജ്. അപ്പോൾ ഗ്രേറ്റർ സ്പീഡ് ഓർ ഗ്രേറ്റഡ് ഫീൽഡ് കറണ്ട്, ഫീൽഡ് എക്സൈറ്റേഷൻ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ മോർ ജനറേറ്റഡ് വോൾട്ടേജ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സെൽഫ് എക്സൈറ്റഡ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ട് ഈസ് ടെർമിനൽ വോൾട്ടേജ്? ദാറ്റ് ഈസ് ദ വോൾട്ടേജ് അവൈലബിൾ അക്രോസ് ദ ലോഡ്. അപ്പോൾ അതിന് നമ്മൾ V എന്ന ലെറ്റർ കൊണ്ടാണ് സാധാരണ ഡിനോട്ട് ചെയ്യുക. ടെർമിനൽ വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു ജനറേറ്റഡ് വോൾട്ടേജ് നമുക്കറിയാം EG. ഇനി ഇവിടെ ഡ്രോപ്പ് ഉണ്ടാവുമല്ലോ, ഏത് വൈൻഡിങ് ആണെങ്കിലും ഏത് സർക്യൂട്ട് ആണെങ്കിലും അവിടെ ഡ്രോപ്പ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇവിടെ ആർമേച്ചറിലെ ഡ്രോപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജനറേറ്റഡ് വോൾട്ടേജ് EG മൈനസ് IARA എന്ന് നമുക്ക് എടുക്കാം. വാട്ട് ഈസ് IARA? IARA is the drop in the armature. ആർമേച്ചറിലെ ഡ്രോപ്പ് ആണ് IARA എന്ന് നമ്മൾ എടുക്കുന്നത്. സോ ദിസ് ഈസ് ദ നെറ്റ് വോൾട്ടേജ്, ദിസ് വോൾട്ടേജ് അക്രോസ് ദ ലോഡ്. ഓക്കെ, വോൾട്ടേജ് അക്രോസ് ദ അതിനെ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ദ പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ? ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന പവർ എന്താണ്? ദാറ്റ് ഈസ് ദ പവർ, വി ക്യാൻ റൈറ്റ് പവർ ഡെവലപ്ഡ്. പവർ ഡെവലപ്ഡ് ഈസ് ഈക്വൽ ടു EG into IA, അതായത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ഇവിടുത്തെ ആർമേച്ചറിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഈസ് ദ പവർ ജനറേറ്റഡ് ഇൻ ദ ആർമേച്ചർ. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ പവർ ഡെലിവേർഡ്? ജനറേറ്റഡ് പവർ എല്ലാം തന്നെ ലോഡിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ, അവിടെ ലോസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ വാട്ട് ഈസ് ദ പവർ ഡെലിവേർഡ് ഇൻ ദ ലോഡ്? പവർ ഡെലിവേർഡ് ടു ദി ലോഡ്. പവർ ഡെലിവേർഡ് ടു ദി ലോഡ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ജനറേറ്റഡ് പവർ EG IA മൈനസ് എന്തായിരിക്കും അവിടുത്തെ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പവറിനുണ്ടാകുന്ന ലോസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ലോസ് ആണ് വരിക, കോപ്പർ ലോസ് ആണ് അല്ലേ. അപ്പോൾ IA²
RA എന്ന് നമുക്ക് എഴുതാം. That is IA is the armature current and RA is the armature resistance. That is the copper loss നമ്മൾ ജനറൽ ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ this is the power delivered to the load. അപ്പോൾ ഇതിനകത്ത് നിന്ന് രണ്ടുപേരും IA ഉണ്ടല്ലോ. അപ്പോൾ IA നമുക്ക് കോമൺ ഫാക്ടർ ആയിട്ട് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് എന്തുണ്ട്? EG മൈനസ് IARA. What is EG minus IARA? ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. What is EG minus IARA? This is the terminal voltage. So we can write V into IA. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. This is the power delivered to the load എന്ന് പറഞ്ഞാൽ EGIA മൈനസ് IA² RA എന്ന് പറയാം. അതുപോലെ തന്നെ പവർ ഡെലിവേർഡ് ടു ദി ലോഡ് എന്ന് പറഞ്ഞാൽ V into IA എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ആയിരിക്കണം. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സെൽഫ് എക്സൈറ്റഡ് ജനറേറ്ററിനെ പറ്റിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഹൗ ദിസ് ഫീൽഡ് വൈൻഡിങ് ഈസ് എക്സൈറ്റഡ്. നമ്മൾ എങ്ങനെയാണ് എക്സൈറ്റേഷൻ നമ്മൾ ഫീൽഡിലേക്ക് കൊടുക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ജനറേറ്ററിനെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്നും സെൽഫ് എക്സൈറ്റഡ് എന്നും നമ്മൾ തരംതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ ആണ്. അപ്പോൾ സെൽഫ് എക്സൈറ്റഡ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. എങ്ങനെയാണ് ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്തിരിക്കുന്നത്, ആർമേച്ചറുമായിട്ട് എങ്ങനെയാണ് ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതനുസരിച്ച് എന്താണ് സീരീസ് ജനറേറ്റർ, ഷണ്ട് ജനറേറ്റർ ആൻഡ് കോമ്പൗണ്ട് ജനറേറ്റർ, അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. അപ്പോൾ സെൽഫ് എക്സൈറ്റഡ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് ഫീൽഡ് വൈൻഡിങ് ഈസ് എക്സൈറ്റഡ് ബൈ ഇറ്റ്സ് ഓൺ ആർമേച്ചർ കറണ്ട്. അതിൻ്റെ തന്നെ ആർമേച്ചർ കറണ്ട് വഴി ഫീൽഡിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സെൽഫ് എക്സൈറ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അതിൽ ആദ്യം വരുന്നതാണ് സീരീസ് ജനറേറ്റർ. അപ്പോൾ ഇതിന്റെ പേര് തന്നെയുണ്ട് സീരീസ്. That means the field winding is connected in series with the armature. ആർമേച്ചറുമായിട്ട് ഫീൽഡ് വൈൻഡിങ് എന്താണ്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൈക്ക് ദിസ്, ഈ ഒരു ഫിഗറിൽ നമുക്കിത് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ദ ആർമേച്ചർ ആൻഡ് ദിസ് ഈസ് ദ ഫീൽഡ് വൈൻഡിങ്. അപ്പോൾ ഈ ആർമേച്ചറിൽ കൂടെ പോകുന്ന കറണ്ട് ഫീൽഡ് വൈൻഡിങ് കൂടെ കയറി ലോഡിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സോ ഫീൽഡ് ആൻഡ് ആർമേച്ചർ ആർ ഇൻ സീരീസ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുക? സീരീസ് ജനറേറ്റർ എന്ന് പറയുന്നത്, DC സീരീസ് ജനറേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നതാണ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ആർമേച്ചർ. സോ ഓൾ ദി ആർമേച്ചർ കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ദ സീരീസ് വൈൻഡിങ്. ആർമേച്ചർ എത്രത്തോളം കറണ്ട് ഉണ്ടോ ആ കറണ്ട് എല്ലാം തന്നെ സീരീസ് ഫീൽഡിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സീരീസ് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? എന്ന് പറയുന്നത് ലെസ് നമ്പർ ഓഫ് തിക്ക് വയറാണ് നമ്മൾ യൂസ് ചെയ്യുക. ലെസ് നമ്പർ ഓഫ് തിക്ക് ടേൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂ ടേൺസ് ഓഫ് തിക്ക് വയറാണ് നമ്മൾ സീരീസ് വൈൻഡിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് ലോഡിൽ കൂടെയും അതുപോലെ തന്നെ ഫീൽഡിൽ കൂടെ പോകുന്നത്. സോ വി ക്യാൻ റൈറ്റ് IA is equal to ISC equal to IL. ഇതിനെ നമ്മൾ എന്താ ജനറൽ ആയിട്ട് I എന്ന് നമുക്ക് പറയാം. അപ്പോൾ I എന്ന് പറയുന്ന ആർമേച്ചർ കറണ്ട്, ISC എന്ന് പറയുന്ന സീരീസ് ഫീൽഡ് കറണ്ട്, IL എന്ന് പറയുന്ന ലോഡ് കറണ്ട്, ഇതെല്ലാം എന്താണ്? ഈക്വൽ ആണ്. കാരണം ഒരേ കറണ്ട് ആണ്, ഇവിടെയും സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആൻഡ് V is the terminal voltage across the load. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടെർമിനൽ വോൾട്ടേജ്? ടെർമിനൽ വോൾട്ടേജ് എന്താണ്? ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെർമിനൽ വോൾട്ടേജ് നമ്മൾ V എന്ന് പറയുന്ന ഇലക്ട്രോണാണ് ഡിനോട്ട് ചെയ്യുക. V is equal to what is the generated voltage? EG is the generated voltage. അപ്പോൾ EG മൈനസ് ഡ്രോപ്പ് ആയിരിക്കും എന്തായിട്ട് വരിക? നമുക്ക് ഇവിടെ ടെർമിനൽ വോൾട്ടേജ് ആയിട്ട് നമുക്ക് വരിക. ഇവിടെ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 റെസിസ്റ്റൻസ് വരുന്നുണ്ടല്ലോ, ആർമേച്ചറും വരുന്നുണ്ട്, സീരീസ് ഫീൽഡ് വൈൻഡിങ് റെസിസ്റ്റൻസും വരുന്നുണ്ട്. രണ്ടും സീരീസ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം? ഡ്രോപ്പ് എന്ന് പറയുന്നത് IA ഇൻറ്റു RA പ്ലസ് RSC എന്ന് നമുക്ക് എടുക്കാം. ദിസ് ഈസ് ദ ടെർമിനൽ വോൾട്ടേജ് V. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ പവർ ഡെവലപ്ഡ്? പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ. ഇപ്പോൾ പവർ ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ ആർമേച്ചറിലാണ് പവർ ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെ വീണ്ടും ഇൻ ദ ആർമേച്ചർ എന്ന് പറയേണ്ട ആവശ്യമില്ല. പവർ ഡെവലപ്ഡ് ഈസ് നത്തിങ് ബട്ട് പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ. എന്തായിരിക്കും ഇക്വേഷൻ? EG ഇൻറ്റു IA. EG into IA is the power delivered. പിന്നെ അടുത്ത എന്താണ്? വാട്ട് ഈസ് ദ പവർ? ഹൗ മച്ച് എമൗണ്ട് ഓഫ് പവർ ഈസ് ഡെലിവേർഡ് ഇൻ ടു ദി ലോഡ്. ലോഡിലേക്ക് എത്രയാണ് പവർ ഡെലിവർ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ദ എന്താണ്? പവർ ഡെവലപ്പ് ഇൻ ദ ആർമേച്ചർ മൈനസ് ഡ്രോപ്പ് ഓർ ഡ്രോപ്പ് ഇൻ ദ പവർ, അല്ലെങ്കിൽ അവിടെ അതിനെ കോപ്പർ ലോസ് എന്ന് നമുക്ക് പറയാം. സോ പവർ ഡെലിവേർഡ് ടു ദി ലോഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു EG IA മൈനസ് എന്താണ്? കറണ്ടിന്റെ സ്ക്വയർ IA സ്ക്വയർ ഇൻറ്റു എന്തായിരിക്കും? അവിടെ റെസിസ്റ്റൻസ് എന്തായിരിക്കും വരിക? IA സ്ക്വയർ ഇൻറ്റു RA
plus RSC. This is the copper loss or loss in the power. Okay. IA is the common factor. We can take it outside. IA into EG minus IA into RA plus RSC. Okay. What is EG minus IA into RA plus RSC? That is nothing but the voltage. This is equal to V into IA. IA is equal to load current. So we can write V into IL. V into IL. Okay. But this is the general equations related to series generator. ജനറേറ്ററിൻ്റെ ഓരോന്നിനും ടൈപ്സ് പഠിക്കണം. അതോടൊപ്പം തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജിൻ്റെയും പവറിൻ്റെയൊക്കെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇതെല്ലാം വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ തൽക്കാലം ഈ ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ദെൻ വി ക്യാൻ ട്രൈ സം പ്രോബ്ലംസ് ഇൻ ദ കമ്മിങ് ക്ലാസ്സസ്. ഓക്കെ. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് സീരീസ് ജനറേറ്റർ. നെക്സ്റ്റ് ഈസ് ഷണ്ട് ജനറേറ്റർ. സീരീസ് കഴിഞ്ഞു ഷണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ കണക്ഷൻ ഡയഗ്രാം ഓഫ് ഷണ്ട് ജനറേറ്റർ. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഫീൽഡ് വൈൻഡിങ് ഈസ് കണക്റ്റഡ് അക്രോസ് ദ ആർമേച്ചർ. ആർമേച്ചറിന് എക്രോസ് ആയിട്ടാണ് അല്ലെങ്കിൽ പാരലൽ ആയിട്ടാണ് ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുക, ഷണ്ട് ജനറേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. ദാറ്റ് മീൻസ് ദ ഫീൽഡ് വൈൻഡിങ് ഈസ് കമ്മിങ് പാരലൽ വിത്ത് ദി ആർമേച്ചർ. ഓക്കെ. ഇപ്പോൾ ഇതിനകത്ത് കാണാൻ കഴിയുമല്ലോ. ദിസ് ഈസ് ദ ആർമേച്ചർ, ദിസ് ഈസ് ദ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആൻഡ് ദിസ് ഈസ് ദ ലോഡ്. ഇവിടെ എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ദ ലോഡ് എന്ന് പറയുന്നതാണ് വിച്ച് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്. ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന്റെയും ലോഡിന്റെ ഒക്കെ വോൾട്ടേജ് എന്തായിരിക്കും? പാരലൽ ആയതുകൊണ്ട് സെയിം തന്നെയായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, വാട്ട് അബൌട്ട് ദ നേച്ചർ ഓഫ് ദിസ് വൈൻഡിങ്, ഷണ്ട് ഫീൽഡ് വൈൻഡിങ്? നമ്മൾ സീരീസ് ഫീൽഡ് വൈൻഡിങ് എങ്ങനെയാണ് പറഞ്ഞത്? ഫ്യൂ നമ്പർ ഓഫ് തിക്ക് ടേൺസ് അല്ലെ, അതാണ് സീരീസ് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത്. കാരണം ആർമേച്ചർ കറന്റ് കംപ്ലീറ്റ് ആയിട്ട് ഫീൽഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഷണ്ട് ഫീൽഡ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് പറഞ്ഞാൽ മെനി ടേൺസ് ഓഫ് ഫൈൻ വയർ ഹാവിങ് ഹൈ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ പറയുന്നത് മെനി ടേൺസ് ഓഫ് ഫൈൻ വയർ, ഫൈൻ ആയിട്ടുള്ള വയറിന്റെ ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഇവിടെ വരും. ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പൊ ഷണ്ട് ഫീൽഡിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹയർ ദാൻ RSH is very very higher than RSC. സീരീസ് ഫീൽഡ് വൈൻഡിങ്ങും ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഈസ് വെരി മച്ച് ഹയർ. ഓക്കെ. അപ്പോൾ ഇവിടെ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കൂടുതലായതുകൊണ്ട് തന്നെ ആർമേച്ചറിൽ ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ നോക്കൂ. ഇവിടെ കറണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ജംഗ്ഷൻ വന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ്. ഇതിന്റെ കുറച്ച് പാർട്ട് എന്ന് പറയുന്നത് ഷണ്ട് ഫീൽഡിലേക്കാണ് പോകുന്നത്. പക്ഷേ ഷണ്ട് ഫീൽഡിന്റെ വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് ഹൈ ആയതുകൊണ്ട് തന്നെ ദിസ് ഹൈ റെസിസ്റ്റൻസ് ലിമിറ്റ് ദ ഷണ്ട് ഫീൽഡ് കറണ്ടിനെ ലിമിറ്റ് ചെയ്യും. അപ്പൊ ചെറിയൊരു കറണ്ട് മാത്രമേ ഷണ്ട് ഫീൽഡിൽ കൂടെ പോവുകയുള്ളൂ. ബാലൻസ് കറണ്ട് എങ്ങോട്ടേക്കാണ് പോവുക? ലോഡിലേക്കാണ് പോവുക. ദാറ്റ് ഈസ് IL. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ട് ആർ ദി ഇക്വേഷൻസ്, വോൾട്ടേജ് ഇക്വേഷൻ ആൻഡ് പവർ ഇക്വേഷൻസ് റിലേറ്റഡ് ടു ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഓർ ഷണ്ട് ഫീൽഡ് ജനറേറ്റർ. ഇപ്പൊ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ദെൻ വാട്ട് ഈസ് ഷണ്ട് ഫീൽഡ് കറണ്ട്? ഷണ്ട് ഫീൽഡ് കറണ്ട് അതിന് നമുക്ക് എന്ത് എഴുതാം? ISH എന്ന് നമുക്ക് എഴുതാം. സോ ISH ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ RSH. ഇപ്പൊ V എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ എന്താണ് V എന്ന് പറയുന്നത് ഇവിടുത്തെ വോൾട്ടേജ് അക്രോസ് ദി ലോഡ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്. രണ്ടും പാരലൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം. ആൻഡ് RSH ഈസ് ദ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ്. ദെൻ വാട്ട് ഈസ് ആർമേച്ചർ കറന്റ്? ആർമേച്ചർ കറന്റ് നമുക്ക് IA എന്ന് എഴുതാം. IA ഈസ് ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് IL പ്ലസ് ISH. IL പ്ലസ് ISH എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ടെർമിനൽ വോൾട്ടേജ്? ടെർമിനൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ അതിന് V എന്ന് എടുക്കാം. V ഈസ് ഈക്വൽ ടു ജനറേറ്റഡ് വോൾട്ടേജ് മൈനസ് ഡ്രോപ്പ്, ദാറ്റ് ഈസ് EG മൈനസ് IA RI. ഇവിടുത്തെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് മൈനസ് ഇവിടുത്തെ ഡ്രോപ്പ്, ദാറ്റ് ഈസ് ദ ടെർമിനൽ വോൾട്ടേജ് V. Okay. Then what is the power developed? Power developed in the armature. അത് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പവർ എപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത് ആർമേച്ചറിലായിരിക്കും ഇൻ ജനറേറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ആസ് ഇൻ ദ പ്രീവിയസ് കേസ് ഇറ്റ് ഈസ് EG IA. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ദ പവർ ഡെലിവേർഡ്?
പവർ ഡെലിവേർഡ് എന്ന് പറയുന്നതായിരിക്കും ഇങ്ങോട്ടേക്ക് ഡെലിവർ ചെയ്യുന്ന ലോഡിലേക്ക് ഡെലിവർ ചെയ്യുന്ന പവർ. ലോഡിലേക്ക് ഡെലിവർ ചെയ്യുന്ന പവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടുത്തെ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആണ്, കറണ്ട് എന്ന് പറയുന്നത് IL ആണ്. സോ ദിസ് ഈസ് ദ പവർ ഇക്വേഷൻ, പവർ ഡെലിവേർഡ് ടു ദി ലോഡ്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ഷണ്ട് ഫീഡ് ജനറേറ്റർ. അടുത്തത് കോമ്പൗണ്ട് ജനറേറ്റർ. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട് വൗണ്ട് ജനറേറ്റർ ആണ്. അപ്പോൾ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഷണ്ട് ആൻഡ് സീരീസ്. അതായത് ഒരു ജനറേറ്റർ തന്നെ അതിൻ്റെ ഫീഡിൽ ഷണ്ട് വൈൻഡിങ്ങും ഉണ്ടാവും, സീരീസ് വൈൻഡിങ് ഉണ്ടാവും. അപ്പം ഈ രീതിയിൽ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോമ്പൗണ്ട് വൗണ്ട് ജനറേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഈ കോമ്പൗണ്ട് വൗണ്ട് ജനറേറ്റർ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈ ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ ആൻഡ് ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. അപ്പോൾ ഷോർട്ട് ഷണ്ടെന്നും ലോങ് ഷണ്ടെന്നും രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. അപ്പോൾ കോമ്പൗണ്ട് വൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീഡിൽ തന്നെ എന്താണ് ഷണ്ട് ഫീഡും ഉണ്ടാവും, സീരീസ് ഫീഡ്, രണ്ട് വൈൻഡിങ്ങും ഉണ്ടാവും. ഇനി എങ്ങനെയാണ് ഈ സീരീസും ഷണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നത്? അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ രണ്ട് ടൈപ്സ് പറയുന്നത്, ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് എന്നും ലോങ് ഷണ്ട് കോമ്പൗണ്ട് എന്നും തരംതിരിക്കുന്നത്. സി ഹിയർ, ദിസ് ഈസ് ദ ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. ഇവിടെ എന്താണ്? നമുക്കറിയാമല്ലോ, ജനറേറ്ററിന് സീരീസ് ആയിട്ടായിരിക്കുമല്ലോ എന്ത് വരിക? സീരീസ് ഫീഡ് വരിക. ഇവിടെ എന്ന് പറയുന്നത് സീരീസ് ഫീഡ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ആർമേച്ചർ, but the shunt winding comes across both series field and the armature. ഇപ്പോൾ സീരീസ് ഫീൽഡിനും ആർമേച്ചറും രണ്ടിനും അക്രോസ് ആയിട്ടാണ് നമ്മുടെ ഷണ്ട് ഫീഡ് വരുന്നതെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് നമുക്ക് പറയാം. അതായത് ഷണ്ട് ഫീഡ് വൈൻഡിങ് കംസ് ഇൻ പാരലൽ വിത്ത് ബോത്ത് സീരീസ് ഫീഡ് ആൻഡ് ദ ആർമേച്ചർ വൈൻഡിങ്. ആർമേച്ചറിനും സീരീസ് ഫീഡിനും രണ്ടിനും കോമൺ ആയിട്ട് എന്ത് വരിക? ഫീഡ് വൈൻഡിങ് വരിക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ ലോങ് ഷണ്ട് കോമ്പൗണ്ട് എന്ന് നമ്മൾ പറയുക. ഇനി ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ ഫിഗർ ഓഫ് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ഷണ്ട് ഫീഡ് വൈൻഡിങ് ഈസ് കംസ് ഓൺലി അക്രോസ് ദ ആർമേച്ചർ ഫീഡ്. ഇവിടെ സീരീസ് ഫീഡിന് ആയിട്ട് അക്രോസ് ആയിട്ട് അല്ല വന്നിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ദ ഷണ്ട് ഫീഡ് വൈൻഡിങ് ഈസ് കംസ് ഓൺലി അക്രോസ് ദ ആർമേച്ചർ ഫീഡ് വൈൻഡിങ്. ആർമേച്ചർ ഫീഡ് വൈൻഡിങ്ങിന് മാത്രമായിട്ടാണ് അക്രോസ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സീരീസും ഷണ്ടും പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ വോൾട്ടേജ് ആൻഡ് പവർ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് ആദ്യം ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ ഒന്ന് എടുക്കാം. ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. ഇപ്പോൾ ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ എടുക്കുന്ന സമയത്ത് വാട്ട് ഈസ് ദ സീരീസ് ഫീൽഡ് കറണ്ട്? ഇപ്പോൾ ഇവിടെ ഈ ഫീൽഡിൽ കൂടെ പോകുന്ന കറണ്ടാണ് സീരീസ് ഫീൽഡ് കറണ്ട്. സീരീസ് ഫീൽഡ് കറണ്ട്, സീരീസ് ഫീൽഡ് കറണ്ട് എന്താണ്? സീരീസ് ഫീൽഡ് കറണ്ട് നമുക്ക് എന്ത് പറയാം? ISC എന്ന് പറയാം. സോ ISC ഈക്വൽ ടു എന്തായിരിക്കും? IL ആയിരിക്കും. ISC തന്നെയാണ് നേരെ IL കൂടെ സീരീസ് ആയിട്ട് വരുന്നത്. So this is the series field current in the compound generator. Then what is the shunt field current? Shunt field current നമ്മൾ ISH എന്ന് നമുക്ക് എടുക്കാം. അപ്പം ദിസ് ഈസ് വാട്ട് ഈസ് ദ കറന്റ് പാസിംഗ് ത്രൂ ദിസ് ഷണ്ട് ഫീൽഡ്. ഇവിടുത്തെ കറണ്ട് എന്താണ്? അപ്പോൾ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എടുക്കാമല്ലോ. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ടോട്ടൽ വോൾട്ടേജ് across this load അല്ലെ? ലോഡിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് പ്ലസ് ദ വോൾട്ടേജ് അക്രോസ് ദി സീരീസ് ഫീൽഡ് വൈൻഡിങ്. ദാറ്റ് ഈസ് ദ വോൾട്ടേജ് കംസ് അക്രോസ് ദ ഷണ്ട് ഫീൽഡ്. അപ്പോൾ ഇവിടെ നമുക്ക് V പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം? V പ്ലസ് ISC RSC ഡിവൈഡഡ് ബൈ RSH. ദിസ് ഈസ് ദ കറന്റ് ഇൻ ദ സീരീസ് ഫീൽഡ് വൈൻഡിങ്. ഓക്കെ, then what is the terminal voltage? Terminal voltage V is equal to, ഇവിടുത്തെ ടെർമിനൽ വോൾട്ടേജ് എന്താണ്? V is equal to നേരത്തെ പറഞ്ഞ പോലെ ജനറേറ്റഡ് വോൾട്ടേജ് EG മൈനസ് അവിടുത്തെ ഡ്രോപ്പ് IA RA, പിന്നെ ഇവിടെ ഡ്രോപ്പ് വരും, ഇവിടെ ഡ്രോപ്പ് വരുമല്ലോ, ദാറ്റ് ഈസ് മൈനസ് ISC RSC. This is the terminal voltage. Then what is the power developed? Already നമ്മൾ പറഞ്ഞല്ലോ, power developed is equal to EG into IA. Then what is power delivered to the load? Power delivered
ലോഡ് എന്ന് പറയുന്നതായിരിക്കും V ഇൻറ്റു IL ആയിരിക്കും ഇങ്ങോട്ടേക്ക് ഡെലിവർ ചെയ്യുന്ന ലോഡിലേക്ക് ഡെലിവർ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ആണ്. ഇനി നമ്മൾ ലോങ് ഷണ്ട് കോമ്പൗണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻസ് വരുന്നത് നോക്കാം. ലോങ് ഷണ്ട് കോമ്പൗണ്ട്, ലോങ് ഷണ്ട് കോമ്പൗണ്ടിൽ കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എങ്ങനെ നോക്കാം. അവിടെ സീരീസ് ഫീഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സീരീസ് ഫീഡ് കറണ്ട് ദാറ്റ് ഈസ് ISC അല്ലേ. ISC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ISC ഈക്വൽ ടു എന്താണ്, IA ആണല്ലോ. ISC എന്ന് പറയുന്നതും IA എന്ന് പറയുന്നത് സെയിം തന്നെയാണല്ലോ, ഇത് സെയിം സീരീസ് ആയിട്ടാണല്ലോ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു ജംഗ്ഷൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് കുറച്ച് പാർട്ട് ILലേക്കും കുറച്ച് പാർട്ട് ഷണ്ട് ഫീൽഡിലേക്കുമാണ് പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് IL പ്ലസ് ISH. സോ IA ഈസ് ഈക്വൽ ടു ISC ഈക്വൽ ടു IL പ്ലസ് ISH. ഓക്കെ, then what is shunt field current? Shunt field current that is ISH is equal to എന്തായിരിക്കും, ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് ഇതുവഴി പോകുന്ന കറണ്ട് ISH എന്ന് പറയുന്നത് എന്താണ്, ടെർമിനൽ വോൾട്ടേജ് V, ഇവിടുത്തെ വോൾട്ടേജ് ആയിരിക്കും ഇവിടെ വരിക V ഡിവൈഡ് ബൈ RSH, ഇവിടുത്തെ റെസിസ്റ്റൻസ് RSH is the shunt field resistance. Okay, then what is the terminal voltage in this case? Terminal voltage that is V is equal to എന്താണ്, EG minus IA into RA plus RSC, ഇവിടുത്തെ രണ്ടിടത്തെ റെസിസ്റ്റൻസ് RA plus RSC. This is the terminal voltage. And what is the power developed? Power developed is equal to EG into IA is the power developed, and power delivered is equal to V into IL. These are the equations connecting shunt, long shunt compound generator. ഓക്കെ, അപ്പം ഇത്രയും ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ആക്ച്വലി നിങ്ങൾ പഠിച്ച് പല രീതിയിൽ പഠിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഡയഗ്രാംസ് ഓർത്ത് വെച്ച് ആ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻസ് ആ ഒരു ഇൻസ്റ്റന്റിൽ നമുക്ക് എഴുതാം. അതല്ലെങ്കിൽ ഒന്ന് ബൈഹാർട്ട് ചെയ്യുക. കാരണം നമ്മൾ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് അധികം സമയമില്ല, പടമൊക്കെ വരച്ച് നോക്കി ഇക്വേഷൻ എഴുതാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് 1-2 പ്രാവശ്യം ഒന്ന് വർക്കൗട്ട് ചെയ്യുക, പിക്ചർ വരച്ച് ഇക്വേഷൻസ് തനിയെന്ന് എഴുതി പഠിക്കുക. ഓക്കെ.